ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇത് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് ഒരു ചക്ക ഉപ്പേരിയാണ്, അതായത് ചക്ക മെഴുക്ക് പുരട്ടി. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ചക്ക ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കനത്തിൽ കേട്ടോ, വല്ലാണ്ട് കനം കുറയ്ക്കാനും പാടില്ല, എന്നാൽ വല്ലാണ്ട് കനം ഉണ്ടാവാനും പാടില്ല. ഒരു മീഡിയം സൈസായുള്ള കനത്തിൽ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണേ എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഒരു ചോപ്പർ എടുക്കുക. ഇതിലേക്ക് നമുക്ക് സവോള, അപ്പോൾ ഞാനിവിടെ സവോള ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ നമ്മളൊരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സവോള കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗാർലിക്കാണ്, വെളുത്തുള്ളി. അതും കുറച്ച് എടുത്തിട്ട് അതിൻ്റെ തൊലിക്ക് കളഞ്ഞ് നമ്മൾ ചോപ്പറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാതും ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടേ, നന്നായിട്ട് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കടായി ചൂടാക്കാം. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെയൊക്കെ ചക്ക ഉപ്പേരി എന്നാണ് പറയുക, ചക്ക മെഴുക്ക് പുരട്ടി എന്ന് ചിലർ പറയും. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ചക്ക ഉപ്പേരി എന്നാണ് പറയുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സംഭവം, നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ, വെറുതെ ആയാലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമ്മൾ ഓയിലൊക്കെ ഒഴിച്ചു, അതൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും ഗാർലിക്കും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് വറ്റൽ മുളകാണ്. അതായത് വറ്റൽ മുളകുണ്ടല്ലോ, അതൊരു എരിവിനനുസരിച്ച്, നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് നമ്മളിതിൽ വറ്റൽ മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ അത് എത്ര, ഇപ്പോൾ ഞാനിവിടെ ഒരു 7-8 എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ അങ്ങനെ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഈ വറ്റൽ മുളകിൻ്റെ ചതമുളക് കിട്ടുമല്ലോ, അതായാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് ചേർത്ത് വഴറ്റി എടുക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മളൊന്ന് വഴറ്റി എടുക്കുക. ആ ഒരു പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് ഓൾറെഡി ഇപ്പോൾ ചേർത്തിരിക്കുന്നത് സവോള, വെളുത്തുള്ളി, വറ്റൽമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി. ഓക്കെ, ഇനി അതൊക്കെ ചേർത്ത് വഴറ്റി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന, നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ചക്ക അത് അത്ര പഴുത്ത ചക്കയൊന്നുമല്ല, റോ ആയിട്ടുള്ള ചക്കയാണ്. അത് ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കുറേ വെള്ളമൊന്നും ഇതിൽ ഒഴിക്കുന്നില്ല. പിന്നെ ഇതിലുള്ള എണ്ണ, ആ എണ്ണയിലും പിന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കും. അതിൽ ഇങ്ങനെ ആവിയിലൊന്ന് ജസ്റ്റ് പാത്രം അടച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ കുറേശ്ശെ വെള്ളം ജസ്റ്റ് ഒന്നും ഇങ്ങനെ തളിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. കുറേ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല, വല്ലാണ്ട് കുഴഞ്ഞൊക്കെ പോവും. ഇത് പെട്ടെന്ന് കുക്കാവും ചെയ്യും, അത്ര സമയം ഇല്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഒന്ന് വെള്ളം തെളിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോൾ പാത്രം അടച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്നും മിക്സ് ചെയ്ത് അങ്ങനെ അടച്ച് കുക്ക് ചെയ്യണം. ഓക്കെ, ഗായ്സ്, അങ്ങനെ നമ്മുടെ ചക്ക ഉപ്പേരി അല്ലെങ്കിൽ ചക്ക മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് കഞ്ഞിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, എന്തിൻ്റെ കൂടെ കഴിക്കാം. അതല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു കട്ടൻ ചായയും ഇത് മാത്രം ഉണ്ടെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. സിമ്പിൾ റെസിപ്പിയാണ്. ഇപ്പോൾ ചിലർ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചക്ക ഉപ്പേരിയുടെ റെസിപ്പി ചക്ക കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്നുള്ളത്. അതാണ് ഈ റെസിപ്പി. ഓക്കെ,
അപ്പോൾ എല്ലാം ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫീഡ്ബാക്സൊക്കെ എഴുതി അറിയിക്കണം കേട്ടോ. കമൻസൊക്കെ എഴുതുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.